ഫെസ്റ്റിവൽ അനുസരിച്ചിട്ട് റിലീസ് ചെയ്യുന്ന ഒരു സിനിമയാണ്, ഇത് ഭയങ്കര സംഭവം എന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ആ ഞായറാഴ്ച റിലീസ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അതിന്റെ കാരണം സെൻസർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു. അപ്പോ ഇത് എത്ര പേരോട് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും? ഐ കാൻ ഡു ദാറ്റ്. ജസ്റ്റ് വെരി എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് കൺവേ ചെയ്യാൻ പറ്റിയത് എന്റെ പ്രൊഡ്യൂസറിന്റെ മാത്രമാണ്. അദ്ദേഹം ഇവിടെ ഇരിപ്പുണ്ട്, അല്ലെങ്കിൽ എന്റെ പാർട്ണർ ഇവിടെ ഇല്ല. ഇവരൊക്കെ എന്റെ കൂടെ നിന്നു. ഞാൻ പറഞ്ഞ ഡേറ്റിൽ തന്നെയാണ് ഈ 5-ാം തീയതി റിലീസ് ചെയ്തത്. ഈ 5-ാം തീയതി എന്ന് പറഞ്ഞ ഡിസംബർ 5-ാം തീയതി മമ്മൂക്കയുടെ ഇവിടുത്തെ സിംഗം, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ, അദ്ദേഹത്തിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഇത് ഇറക്കരുത് എന്ന് പലപ്പോഴും എന്നോട് പലരും പറഞ്ഞു. ഞങ്ങൾക്കിടയിലും ഇതിനെക്കുറിച്ച് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. പക്ഷേ സമയപരിധികൾ അതിനനുവദിച്ചില്ല. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കും, എന്താണ് മാറ്റിവെച്ചുകൂടെ ജനുവരിക്കും ഫെബ്രുവരിക്കും അടുത്ത വർഷത്തേക്ക്? അതൊന്നും സാധ്യമല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സിനിമയ്ക്കകത്ത്. സിനിമ എന്ന് പറഞ്ഞാൽ ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൊരു സിനിമയാണിത്. ശ്രീനാഥ് ബാസിയെ പോലൊരു ആർട്ടിസ്റ്റിനെ ഞാനാണ് ചെറുതാക്കി പറയുന്നതല്ല, അദ്ദേഹത്തെ പോലെ ഒരാളെ വെച്ച് ഇത് സിനിമ ചെയ്യുമ്പോൾ കുറെ റെസ്ട്രിക്ഷൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോ അതുകൊണ്ട് തന്നെ ഇമ്മീഡിയറ്റ്ലി ഇത് റിലീസ് ചെയ്യാന്നുള്ളത് എന്റെ ഏറ്റവും വലിയ കടമയായി മാറി. പല സ്ഥലത്തു നിന്നുള്ള പ്രഷർ കൊണ്ടാണ് ഞാൻ ഈ സംഭവം കളങ്കാവലിന് ഓപ്പോസിറ്റ് ഞാൻ റിലീസ് ചെയ്തത്. അതിന്റെ കോൺസിക്വൻസസ് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിക്കേണ്ടി വന്നു. 2 ദിവസം. ആദ്യത്തെ ദിവസം 25 lakhs, വെറും 25 lakhs ആണ് ഫസ്റ്റ് ഡേ കളക്ട് ചെയ്തത്. സെക്കൻഡ് ഡേ 23 ആയി. അപ്പോ തളർന്നു പോയി സത്യത്തില്. 2 ദിവസമായപ്പോഴത്തേക്കും, അതായത് എന്റെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് ഞങ്ങൾ പ്രതീക്ഷിച്ച ഒരു എമൗണ്ട് അല്ല ഞങ്ങൾക്ക് കിട്ടിയത്. പക്ഷെ 3-ാം നാൾ യേശുക്രിസ്തുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് സത്യമാണ്. ഇത് ആരൊക്കെ വിശ്വസിച്ചാലില്ലെങ്കിലും മൗത്ത് പബ്ലിസിറ്റിയിൽ നിന്ന് ഞങ്ങൾക്ക് നല്ലൊരു ക്രോറിലേക്ക് ഞങ്ങൾ എത്തി. ഇതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പരിപാടിയോട് വെച്ചത്. ചുമ്മാ ആൾക്കാരെ പറ്റിക്കാനോ ഒന്നുമല്ല, യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം മിനിമം ഞങ്ങളുടെ ഗ്രൂപ്പിലും ഞങ്ങൾക്കിടയിലും വരുന്ന മെസ്സേജുകൾ മാത്രം ഞാൻ ഓൺലൈനിൽ ഞാൻ വെക്കാം. അത്രയധികം ആളുകൾ പടം അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കോൺഫിഡൻസിലാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അപ്പൊ നമ്മൾ ചെയ്ത എഫേർട്ട് ചുമ്മാതല്ല. ഒരു യൂട്യൂബർ, അതായത് ഞാൻ മാധ്യമങ്ങളെയല്ല പറയുന്നത്, അതായത് ഒരു സിനിമയെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരാൾ ചിന്തിക്കാത്ത പല പ്രശ്നങ്ങളും സിനിമയ്ക്ക് പിന്നിലുണ്ട്. അയാൾ വന്നിരുന്നിട്ട് അയാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം മാത്രമാണ് അവിടെ പറയുന്നത്. എന്തെന്ന് അയാൾ പറയുന്നത്, സിനിമയ്ക്ക് നെഗറ്റീവ് പറഞ്ഞാൽ മാത്രമാണ് അയാൾക്ക് ഫ്യൂച്ചർ ഉള്ളൂ, അയാളെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ, വ്യൂസ് ഉള്ളൂ. പക്ഷെ ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു കഥയ്ക്ക് വേണ്ടി എടുക്കുന്ന എഫേർട്ട്, കുടുംബവും കുട്ടികളെ എല്ലാത്തിനെയും മറന്ന് നമ്മൾ സകലത്തും വിട്ട് ഒരു 3 മാസം ഏറ്റവും കൂടുതൽ ഒരു സിനിമയ്ക്ക് ചെലവാക്കുന്ന സമയം കഥയുണ്ടാക്കാനാണ്. സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞത് വെരി ഈസി. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരാഴ്ച മതി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ. എന്റെ വീട്ടിൽ 3 സ്ക്രിപ്റ്റ് ഇരിപ്പുണ്ട്. ഇപ്പോൾ എന്റെ അടുത്ത പ്രോജക്റ്റ് ഇപ്പൊ റെഡി ആയിരിക്കണം, ഇമ്മീഡിയറ്റ്ലി ഞാൻ അനൗൺസ് ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നത്, ഒരു സിനിമ ഉണ്ടാക്കാൻ എടുക്കുന്ന നോർമൽ ഒരാൾ എടുക്കുന്ന എഫേർട്ട് അത് നിസ്സാരമായി കണ്ടിട്ടാണ് ഒരു യൂട്യൂബർ ഒരാൾ ഇരുന്നിട്ട് ചുമ്മാ പറയുകയാണ് അതിന്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട്. ഇയാൾ ടെക്നിക്കാലിറ്റി പഠിച്ചിട്ട് ഇയാൾക്ക് ഇത്രയും നോളജ് ഉള്ള ഒരാളാണെങ്കിൽ എന്തുകൊണ്ട് അദ്ദേഹം ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്നില്ല? ഇതൊക്കെ പാവപ്പെട്ട ജനങ്ങളെ പറ്റിക്കുകയാണ്, സത്യം പറയാം. പക്ഷെ ഞാനിപ്പോ അതിനകത്ത് റിയാക്ട് ചെയ്യുന്നല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്നെ സംബന്ധിച്ചിട്ട് എനിക്കത് എനർജിയാണ് തന്നിരിക്കുന്നത്. ഞാൻ ഡബിൾ മടങ്ങ് ഓപ്പോസിറ്റാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടിട്ട് ഞാൻ മാത്രമല്ല, എന്റെ മൊത്തം ടീം, ഞങ്ങൾ എല്ലാവരും അതിന് അലേർട്ടായിട്ടാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് വേണ്ട എന്താണ്, ഞാൻ പറഞ്ഞല്ലോ, മാധ്യമങ്ങൾ ജനങ്ങളിലേക്ക് കൃത്യമായി ഇത് എത്തിച്ചാൽ തന്നെ നമുക്ക് ഒരു നല്ലൊരു സിനിമ, ഇനി ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ പൊങ്കാല മാത്രമല്ല, ഇനി വരുന്ന എല്ലാ സിനിമകളും, നല്ല സിനിമകൾ ജനങ്ങളിലേക്ക് എത്തട്ടെ.